അടുത്തതായി നമ്മൾക്ക് വരുന്നത് കഴിഞ്ഞ 40 വർഷം ഫ്ലോർ മില്ലുകളുടെ ഉറ്റ അനുയായിയായി നിന്നുകൊണ്ട് അവയുടെ കാലാനുസൃതമായ മാറ്റങ്ങളിൽ വലിയ പങ്കുവഹിക്കുകയും ഫ്ലോർ മില്ലുകളുടെ വളർച്ചയിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന പൈലറ്റ് സ്മിത്ത് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഷീൻ സാറിനെ ഭാവിയിൽ നമ്മുടെ യൂണിറ്റുകൾക്ക് വരുത്തേണ്ട കാലാനുസൃതമായ മാറ്റങ്ങൾക്ക്, അത് പുതിയ ടെക്നോളജികളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എല്ലാവരും പുറത്ത് നിൽക്കുന്നവർ കയറി അകത്തോട്ടിരിക്കുക. ഇത് നമുക്ക് നമ്മുടെ മില്ലുകളിൽ അനുവർത്തിക്കേണ്ട വളരെ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് നമുക്കിനി സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധാപൂർവം ഇതൊന്ന് കേൾക്കാനായിട്ട് ഞാൻ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന സുഹൃത്തുക്കളെ, ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും ഈ അസോസിയേഷൻ ഇത്രയൊക്കെ വളരെ ഉഷാറായിട്ട് കൊണ്ടുവരാൻ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഹരീന്ദ്രനാഥ് സാറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റു ഭാരവാഹികളും എടുത്ത അതിതീവ്രമായ ശ്രമത്തിനെ പറ്റിയിട്ട് എനിക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങളെപ്പറ്റിയും വളരെ നന്നായി അറിയാം. ഈ അവസരത്തിൽ എല്ലാവരോടും ഞാൻ ഒരു അഭ്യർത്ഥന പറയുകയാണ്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും അല്ലെങ്കിൽ ഭാരവാഹികളുടെയും ഈ അത്യുജ്വലമായ പ്രകടനത്തിനും ത്യാഗത്തിനും ഒരു ആദരവായിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഞാനിത് എന്തുകൊണ്ടാണ് ചെയ്യാൻ അഭ്യർത്ഥിച്ചതെന്ന് വെച്ചാൽ, അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ ഗഹനമായ രൂപത്തിൽ എനിക്കറിയാം. കാരണം ഇവിടെ ഈ വേദിയിലിരിക്കുന്ന നല്ലൊരു ശതമാനം ഫ്ലവർ മില്ലുകാരുടെ അടുത്തും അദ്ദേഹം എങ്ങനെ ഇടപെട്ടെന്ന് ഞാനും ഈ മില്ലുകാരായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് എനിക്കറിയാവുന്നതുകൊണ്ട് കൂടെയാണ് അങ്ങനെ ഒരു അഭ്യർത്ഥന ഞാൻ നൽകിയത്. ഇന്നിപ്പോൾ നമുക്കിവിടെ വിശദമായിട്ട് സംസാരിക്കേണ്ട അല്ലെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാഗം എന്നുള്ളത് എങ്ങനെ നമ്മുടെ ഫ്ലവർ മില്ലുകാരെ അല്ലെങ്കിൽ ഇന്നത്തെ ഫ്ലവർ മില്ലുകളെ, നമ്മളിപ്പോൾ ന്യൂ ജനറേഷൻ ഫ്ലവർ മില്ലെന്ന് കേട്ടു, ഇനി ഫ്യൂച്ചർ ജനറേഷൻ ഭാവിയിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ഫ്ലവർ മില്ല് പോകേണ്ടത് എന്നുള്ളൊരു ചർച്ചയ്ക്ക് വളരെ പ്രസക്തിയുള്ളൊരു കാലഘട്ടമാണിത്. ഇതിൻ്റെ കാരണം ഇന്ന് ഫ്ലവർ മില്ല് നമ്മൾ വിചാരിക്കുന്നത് പോലെ സാധാരണക്കാരൻ്റെ മാത്രം ഒരു ഉപജീവന മാർഗ്ഗം അല്ല എന്നുള്ള രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിദഗ്ധരും വിദ്യാസമ്പന്നരുമായ 100 കണക്കിന് ആളുകൾ അല്ലെങ്കിൽ യുവാക്കൾ ഈ ഫ്ലവർ മില്ല് രംഗത്തേക്ക് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, വെറുതെ ഒരു ഊഹത്തിൻ്റെ പേര് പറയുന്നതല്ല. ദിവസവും ഞങ്ങളുടെ അല്ലെങ്കിൽ പൈലറ്റ് സ്മിത്ത് ഇന്ത്യയിൽ വരുന്ന ഈ ഫ്ലവർ മില്ല് ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ വരുന്നവർ ചെറുകിടക്കാരോ സാധാരണക്കാരോ അല്ല. അവർ മൾട്ടിപ്പിൾ ഫ്ലവർ മില്ല് എങ്ങനെ ഓടിക്കാം, കഴിഞ്ഞ ഒരു പ്രാവശ്യം ചർച്ച വന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു ഫ്ലവർ മില്ല് ഒരു ടെമ്പോയിൽ അല്ലെങ്കിൽ ഒരു ഭാരത് ബെൻസ് ലോറിയാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത്. ഭാരത് ബെൻസ് ലോറിയിൽ ഒരു ഫ്ലവർ മില്ല് സെറ്റ് ചെയ്തിട്ട് അപ്പാർട്ട്മെൻറ്റുകളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് എങ്ങനെ നമുക്ക് പൊടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ചർച്ച വളരെ വിശദമായിട്ട് നടത്തുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ ഫ്ലവർ മില്ല് ഒരു ചെറിയ കാര്യമാണോ അല്ലെങ്കിൽ വളരെ സാധാരണക്കാരുടെ ഉപജീവനമാർഗ്ഗമാണെന്ന് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അറിവും കഴിവുമുള്ള ആളുകൾ ഈ രംഗത്തേക്ക് വളരെ ഗൗരവപരമായിട്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും ഈ ടെൻഡൻസി വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ്, ഗൾഫ് കൺട്രികളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞങ്ങളുടെ മിഷനറികൾ, ഫ്ലവർ മിൽ മിഷനറികൾ എക്സ്പോർട്ട് പോകുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ജനങ്ങൾക്ക് അവരുടെ ഭക്ഷണം പാകം ചെയ്ത് കണ്ടു നിൽക്കാനൊരു രസം, അവർക്ക് ആവശ്യമുള്ളത് പോലെ ഉള്ള ഒരു പ്രത്യേക ഫോർമുലയിൽ വേണമെങ്കിൽ ചെയ്ത് കിട്ടും. അതുമല്ല, ഈ ഫ്ലവർ മില്ലിൻ്റെ പ്രോഡക്റ്റ് ജെനുവിനിറ്റി പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യം, ഈ കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് ഫ്ലവർ മില്ലിൽ വരുന്ന പുതിയ ട്രെൻഡുകളെ പറ്റിയിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ട് ഇപ്പോൾ എനിക്ക് അവതരിപ്പിക്കാനുള്ളത് റിട്ടോട്ട് എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിനെ പറ്റിയിട്ടാണ്. റിട്ടോട്ട് എന്ന് പറഞ്ഞ സംവിധാനം വിശദമാക്കി തരുമ്പോൾ വളരെ ചെറുതാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് വളരെ കാലങ്ങളായിട്ടുള്ള ഒരു സാങ്കേതികവിദ്യയാണെങ്കിലും ഇത് മിലിറ്ററികളിൽ, അതായത് യുദ്ധത്തിന് പോകുന്ന പടയാളികൾക്കുള്ള ഭക്ഷണം
കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ വിദ്യ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ അത് സാധാരണ നമുക്ക് വീടുകളിലല്ല നമ്മുടെ മില്ലുകളിൽ ചെയ്യാവുന്ന പോലെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സാമ്പാർ മസാലപ്പൊടി ഉണ്ടാക്കുന്നു, അത് അല്ലെങ്കിൽ ചിക്കൻ മസാല പൗഡർ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, മില്ലുകളിൽ നല്ലപോലെ സെയിൽ പോകുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ കൂടെ തന്നെയാണ് നമുക്കിപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഗ്രേവി നിർമ്മിക്കാനാണ് അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. നമ്മൾ കുറേ ഇഞ്ചി എടുത്ത് അരയ്ക്കണം, കുറേ വെളുത്തുള്ളി അരച്ച് വറ്റിച്ച് എടുക്കണം, അങ്ങനെ പല കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഒരു ബിരിയാണിയുടെ ഗ്രേവി ഉണ്ടാക്കാൻ. മുളക് പൊടി കിട്ടിയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു മസാലക്കൂട്ട് കിട്ടിയതുകൊണ്ട് മാത്രം ഈ പ്രശ്നം സോൾവ് ആകുന്നില്ല. അങ്ങനെ വരുന്ന ദ്രാവക രൂപത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ അതിൻ്റെയാണ്. ഇതുപോലെയുള്ള കവറുകളിലാക്കിയിട്ട് അത്തരം ഒരു ചെറിയ മെഷീനിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക ടെമ്പറേച്ചറും പ്രഷറും സമയവും 3 കാര്യങ്ങളാണ് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാനുള്ളത്. ടെമ്പറേച്ചർ, ടൈം, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ കവറിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പുറത്തുനിന്നുള്ള അന്തരീക്ഷ വായു കടക്കില്ല. സാധാരണ ഇപ്പോൾ നമ്മൾ മില്ലുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റിലുള്ള എല്ലാ കവറുകളിലുള്ള പ്രശ്നം അതിൻ്റെ ഉള്ളിലേക്ക് വായു സഞ്ചാരം വരുന്നുണ്ട്, അത് നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. ഇതിൽ സീൽ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ പ്രോഡക്റ്റ് ഇതിൽ പാക്ക് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അതിശയോക്തിയായിട്ട് തോന്നിയാലും ഇവിടെ മാളിയേക്കൽ മിൽ സ്റ്റോഴ്സിൻ്റെ MD ഉണ്ടായിരുന്നു ഇവിടെ രംഗത്ത്. അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ കാണുമായിരിക്കും, എവിടെ, അതെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അദ്ദേഹം ഈ മെഷീനറി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്, ഞങ്ങളുടെ എക്യുപ്മെൻ്റ് അല്ല, എങ്കിൽ കൂടെ അദ്ദേഹമായിട്ട് സംസാരിച്ച് ഞാൻ ഒരു വാക്ക് അദ്ദേഹത്തിനോട് ഇതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ റീട്ടോട്ട് മെഷീൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ പ്രിസർവേറ്റീവ് കൂടാതെ നമ്മൾ സാധനത്തിന് പിന്നെ ഹീറ്റ് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ കേടാവാതെ 1 വർഷം വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. നമുക്ക് 1 വർഷമാണ്, 1 വർഷമല്ലേ സാറേ? അല്ല, അത് നമ്മൾ പ്രോസസ്സ് പോലെ 1 വർഷം 2 വർഷമൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല അതിൽ. ഞാനിപ്പോൾ ജസ്റ്റ് വാങ്ങിയതേ ഉള്ളൂ, നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത ലെവലിൽ അപ്പോൾ നമുക്ക് ഫ്ലവർ മില്ലുകളിൽ ചെയ്യാവുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്ലയൻറ്റിന് ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നേരെ പൊട്ടിച്ച് സാമ്പാറോ അതല്ലെങ്കിൽ ചിക്കൻ ഗ്രേവിയോ എന്ത് അരപ്പുകളൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തു വയ്ക്കാം. ഇതിന് വലിയൊരു മുതൽ മുടക്ക് ക്ലയൻറ്റിന് വരുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കവറിൻ്റെ പൈസ വരുന്നത് ഒരു 10 രൂപയേ വരുന്നുള്ളൂ. കവറിന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന ഗ്രേവീസ് ഡെയിലി സാറ് ഇപ്പോൾ പറഞ്ഞു തന്നെ, ഞാൻ കോക്കനട്ടിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായില്ല. സാറ് നേരത്തെ പറഞ്ഞു തന്ന ഈ സ്ട്രെഡഡ് കോക്കനട്ട് എല്ലാം ഇത് നമ്മൾ ചിരകിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ 1 വർഷം 2 വർഷം എത്ര വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. നമുക്കിപ്പോൾ പുട്ടുപൊടി കൊണ്ടുപോകുന്ന ആൾക്ക് ചിരകിയ തേങ്ങ കൂടെ മേടിച്ച് കൊണ്ടുപോകാൻ പറ്റും. അത്രയ്ക്കും സംവിധാനങ്ങൾ കുറേ കൂടെ സുതാര്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സാങ്കേതികവിദ്യ എല്ലാവരും അധികം കേട്ടിട്ടാവില്ലേ. നമ്മളിപ്പോൾ ഭക്ഷ്യപദാർത്ഥങ്ങൾ, ഫിഷ്, മീറ്റൊക്കെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസൊക്കെ ഉണക്കി വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉണക്കുമ്പോൾ സാധാരണ ഉണ്ടാവുന്നത് ഇപ്പോൾ കയ്പക്കായ ഉണക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പോവും, അല്ലെങ്കിൽ വെണ്ടക്കായ ഉണക്കി വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കളറ് പോവും. ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ അടുക്കള തോട്ടത്തിലുണ്ടായി വരുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്ക് അപ്പം തന്നെ കഴിച്ച് അവസാനിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇതിപ്പോൾ ഞാൻ ഇതിനു വേണ്ടി പരീക്ഷണങ്ങൾ നടത്തി ഇങ്ങനെ സംവിധാനത്തിൽ ജോബ് വർക്ക് ഞങ്ങളുടെ തന്നെ ഒരു ചെറിയ ഫ്ലവർ മില്ലിൽ ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്.
ഇതിൻ്റെ സൗകര്യം നമുക്ക് ചെറിയ ഊഷ്മാവിൽ പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാങ്കേതികവിദ്യ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഹീറ്റ് പമ്പ് ഡ്രയർ. ഹീറ്റ് പമ്പ് ഡ്രയറിനെ പറ്റി ചെറുതായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും പച്ചക്കറിയോ ഒരു ചെറുനാരങ്ങ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കൊണ്ട് ആ ചെറുനാരങ്ങ ഇരുന്ന് ചുങ്ങി ഉണങ്ങി വരുമല്ലോ. അപ്പം നമുക്കവിടെ ചൂടൊന്നുമില്ല, തണുപ്പിലായിരുന്നു ഉണങ്ങുന്നത്. അതെങ്ങനെയാണ് ഫ്രിഡ്ജിലിരുന്ന ഒരു ചെറുനാരങ്ങ ഉണങ്ങി വരുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ അധികം ആലോചിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഈ ഹീറ്റ് പമ്പ് ഡ്രയറിൻ്റെ ഗുണം നമുക്ക് വളരെ ചെറിയ ഊഷ്മാവിൽ ഒരു 40 ഡിഗ്രി 50 ഡിഗ്രിയിലൊക്കെ നല്ല പപ്പടം പൊടിയുന്ന പോലെയുള്ള അളവിൽ എന്ത് സാധനം ഉണങ്ങി കിട്ടും. ഉണങ്ങാൻ സമയവും വേണ്ട. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അന്തരീക്ഷം ഊഷ്മാവ് കൊടുക്കുമ്പോൾ തന്നെ അറ്റ്മോസ്ഫിയർ മാറ്റി അതിലത്തെ ഹ്യൂമിഡിറ്റി വലിച്ചുകൊണ്ടിരിക്കും. നമുക്കിപ്പോൾ ബാംഗ്ലൂരോ മറ്റോ തണുപ്പ് രാജ്യത്ത് ഡ്രസ്സൊക്കെ പുറത്തിട്ട് ഉണക്കാനിട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ഉണങ്ങി കിട്ടും. അതിൻ്റെ കാരണം അവിടുത്തെ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ടാണ്. ഇതിൻ്റെ സാങ്കേതികവിദ്യയാണ് ഈ ഹീറ്റ് പമ്പ് ഡ്രയർ എന്ന് പറഞ്ഞ സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന ഉണക്കിയെടുക്കുന്ന എല്ലാ സാധനങ്ങൾക്കും കളറ് അതുപോലെ തന്നെ നിൽക്കും. ഇപ്പോൾ പച്ചമുളക് ഉണക്കിയെടുത്താലും പച്ച നിറത്തിൽ നിൽക്കും. അതിൻ്റെ എരിവ് കാര്യങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെടില്ല. ഇത്തരം ഒരു സാങ്കേതികവിദ്യ നമുക്ക് ഫ്ലവർ മില്ല് ഉപയോഗിക്കുന്നതിന് വലിയൊരു ചിലവ് അഡീഷണലായിട്ട് വരുന്നില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഗുണം എന്നറിയാമോ? നമ്മുടെ മില്ലുകളിൽ വീടുകളിൽ ഉണ്ടാകുന്ന പഴം പച്ചക്കറി സാധനങ്ങൾ നമുക്ക് ഉണക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ വീടുകളിൽ പലപ്പോഴും പച്ചക്കറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വെണ്ടക്കായ ഉണ്ടാവാൻ തുടങ്ങിയാൽ 2 ദിവസം കഴിയുമ്പോഴത്തേനും കുറേ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല, അത് നശിച്ചു പോകും. പിന്നെ കുറച്ച് സമയം വെണ്ടയുടെ ചെടി പോവും. ഇത് നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്നതൊക്കെ ഉണക്കി പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇനി മില്ലുകളിൽ നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ് ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. ഫ്ലവർ മില്ല് തുടങ്ങാൻ വീടുകളിലും അവർ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അതിന് കാരണം കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 20 ലക്ഷത്തോളം വീടുകൾ ആളുകളില്ലാണ്ട് മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് നോക്കി ഈ വീടുകളിങ്ങനെ വെറുതെ പൂട്ടിയിടുന്നത് ഗവൺമെൻറ്റിന് നഷ്ടമാണ്. അപ്പോൾ വീടുകളിൽ മില്ല് തുടങ്ങാം. ഈ മില്ല് തുടങ്ങുമ്പോൾ നമുക്ക് വളരെ വില കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഓടിക്കാവുന്ന 3 ബോൾട്ട് എക്സ്പെല്ലറേഴ്സ് ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടിടുന്ന പോലെ ഇടാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടാം. അതിൻ്റെ ഉള്ളിൽ വേറെ എക്സ്ട്രാ മോട്ടറോ കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതില്ല. ഇതിപ്പോൾ നമ്മുടെ താഴെ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ മെഷീൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഓടിക്കാൻ പ്രത്യേകിച്ച് വലിയ എക്സ്പെർട്ടൈസൊന്നും വേണ്ട. ഒരു ദിവസം നമുക്ക് ഒരു 100 കിലോ വരെയൊക്കെ ആട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് സ്റ്റാൻഡ് അലോൺ എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ രംഗത്ത് കുറേ വരുന്നുണ്ട്. അത് കൊപ്ര കട്ടർ പണ്ടൊക്കെ നമുക്ക് വലിയൊരു കൗണ്ടർ ഷാഫ്റ്റൊക്കെ ഇട്ട് ഓടിക്കണം. ഇതിപ്പോൾ ഒരു അരയുടെ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ ഒരു വാഷിംഗ് മെഷീൻ്റെയോ ഒരു ചെറിയൊരു സംവിധാനത്തിൽ നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റമാണ്. ഇനി പുതിയ മില്ലുകളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായ കുറേ ഭക്ഷ്യപദാർത്ഥങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയാം. ഈ പറയുന്നതിൻ്റെ കാരണം ഇത് ബാംഗ്ലൂർ സിറ്റികളിലും ബാംഗ്ലൂരാണ് ഞങ്ങൾ ഈ മെഷീനറികൾ അധികം കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആ സംവിധാനം ഞാനിപ്പോൾ ഒരു പറയുന്നത് മുഴുവൻ മെഷീനറി വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസംഗം പറയുന്നതല്ല കേട്ടോ. ഞാൻ പറയുന്നത് നമ്മുടെ മില്ലുകളിൽ ഇനി വരാവുന്ന പുതിയ പുതിയ സാങ്കേതിക വിദ്യകളെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ വളരെ ഹെൽത്ത് കോൺഷ്യസാണ്. പഴയ പോലെ കുറേ ചോറ് കഴിക്കുക, അത് അല്ലെങ്കിൽ കപ്പ കഴിക്കുക, ഈ കാര്യങ്ങളിലോടൊന്നും ഇന്ന് ഈ ജിമ്മിലൊക്കെ പോകുന്ന ജിമ്മൊക്കെ നമ്മുടെ വീടുകളുടെ ചുറ്റുവട്ടത്തൊക്കെ ധാരാളം വന്നു തുടങ്ങി. കുട്ടികളുടെ ആഗ്രഹം പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ റിച്ച് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും മീറ്റായിരിക്കണമെന്ന ഇറച്ചി മീനൊക്കെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. അതായത് പ്രോട്ടീൻ റിച്ച് ഫുഡ് ബ്ലെൻഡുകൾ ഉണ്ടാക്കി പാക്ക് ചെയ്യുന്നത് ഒരു വലിയ ബിസിനസ്സായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പ്രോട്ടീൻ റിച്ച് ഫുഡ് വലിയ കമ്പനിക്കാരുടെ ഒരു സാധാരണ വീടുകളിൽ മേടിച്ച് കഴിക്കാൻ പറ്റാത്ത അത്ര ഭയങ്കര വിലയാണതിന്. ഒരു പാക്കറ്റൊക്കെ ഒരു ബോക്സിൽ ഒരു കണ്ടെയ്നറിൽ വരുന്നത് ഏകദേശം 2000 രൂപ ഒക്കെ വരും. ഈ പ്രോട്ടീൻ റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പയർവർഗ്ഗങ്ങൾ പൊടിച്ചുണ്ടാക്കുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് സംവിധാനമാണ്. അല്ലെങ്കിൽ സോയ
അല്ലെങ്കിൽ സോയാബീൻ്റെ എക്സ്ട്രാക്റ്റുകൾ പ്രോട്ടീൻ റിച്ചാണ്. ഇങ്ങനെ പ്രോട്ടീൻ റിച്ച് കോമ്പിനേഷൻസ് നമ്മൾ എന്നും ഈ മുളക് പൊടിയും അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും മാത്രമല്ല, അതുകൊണ്ട് പ്രോട്ടീൻ റിച്ച് ഫുഡിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ജനങ്ങൾ പുട്ടുപൊടിക്ക് മാക്സിമം തരാവുന്ന വിലയ്ക്ക് ഒരു കണക്കുണ്ട്. പക്ഷേ പ്രോട്ടീൻ റിച്ച് ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. അതിന് നമുക്ക് സർട്ടിഫിക്കേഷൻസോട് കൂടെ മേടിച്ച് വയ്ക്കാം. വലിയ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഇത്രയൊക്കെ പ്രോട്ടീൻ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊക്കെ വായിച്ചു നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇപ്പോൾ ഒരു കോഴിമുട്ട കൊടുത്ത ആ കുട്ടി അപ്പം തന്നെ കണക്ക് കൂട്ടി ഞാനൊരു 300 കലോറി ഫുഡ് ഇന്ന് കഴിച്ചു. അത് അല്ലെങ്കിൽ ഒരു ചായ കുടിച്ച് അപ്പം തന്നെ അയാൾ കണക്ക് വെച്ചു ഞാൻ 80 കലോറി കഴിച്ചു. ഈ ഒരു ചിന്താഗതിയിലാണ് ഇന്നത്തെ യുവജനങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇത്തരം നൂതന വസ്തുക്കളും കൂടെ നമ്മൾ ഫ്ലവർ മില്ലിൽ കൂടെ കൊണ്ടുവരണം. പക്ഷേ ഇതിലൊരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ നൂതനമായ ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ കടമയുണ്ട്. അവിടെയാണ് കോർപ്പറേറ്റുകളും സാധാരണ ഫുഡ് മാനുഫാക്ചറേഴ്സും തമ്മിലുള്ള അന്തരം വരുന്നത്. നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി അത് ജനങ്ങളിൽ എത്തിക്കാനും വിശ്വസിപ്പിക്കാനും പറ്റണ ഒരു സംവിധാനം വേണം. അതിന് ഫ്ലവർ മില്ല് അസോസിയേഷൻ ഭാരവാഹികൾ ആലോചിച്ചിട്ട് ഒരു നല്ലൊരു പബ്ലിസിറ്റി സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഘടന ഫ്ലവർ മില്ല് അസോസിയേഷൻ കേരളത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ തമിഴ്നാട്ടിലെ ഫ്ലവർ മില്ല് അസോസിയേഷനും പോണ്ടിച്ചേരിയിലെ ഫ്ലവർ മില്ല് അസോസിയേഷനിലും ബാംഗ്ലൂരിലത്തെ അസോസിയേഷനിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫ്ലവർ മില്ല് അസോസിയേഷൻ വളരെ സെൻസിബിളായിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ജനങ്ങൾ അല്ലെങ്കിൽ ഫ്ലവർ മില്ലുകാരുള്ളത് കേരളത്തിലാണ്. അപ്പോൾ ഈ നൂതന ഇപ്പോൾ യു പിയിൽ പോയിട്ടുണ്ട്. യു പിയിലെ ഫ്ലവർ മില്ലിന് വേണമെങ്കിൽ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. അതായത് യു പിയിൽ ഞങ്ങൾ ഇവിടെ ലക്നൗ സിറ്റിയുടെ ഉള്ളിൽ വേറെ വേൾഡ് ബാങ്കിൻ്റെ പ്രോജക്ട്സ് ചെയ്യുമ്പോൾ ഫ്ലവർ മില്ലുകാരുടെ ഇടയിൽ പോയി. ഇതാണ് ഇന്നും യു പിയിലെ ഫ്ലവർ മില്ലിൻ്റെ അവസ്ഥ. അതായത് നമ്മളുടെ ഒരു 30-40 കൊല്ലം മുന്നേ പോലുള്ള മില്ലുകളാണ് ഇന്നും അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ തിരക്കിട്ട പണി നടക്കുന്നുണ്ട്. കാരണം ജനങ്ങൾ ഗോതമ്പ് പൊടിച്ചാണ് എല്ലാം ഭക്ഷിക്കുന്നത്. പക്ഷേ 2 രൂപ 3 രൂപയ്ക്കാണ് പൊടിച്ചു കൊടുക്കുന്നത്. ഞാനിത് കൊണ്ടുവന്നത് നമ്മൾ ഇതിൽ നിന്നൊക്കെ എത്രയോ മുകളിലേക്ക് എത്തി. ഇനിയും നമുക്ക് എത്രയോ മുകളിലേക്ക് പോകാനുണ്ടെന്നുള്ളൊരു ഒരു മാനസികമായൊരു വളർച്ച നമുക്ക് വരാനുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ മില്ലുകാർ ഇന്നത്തെ നമ്മുടെ ട്രഡീഷണൽ മില്ലുകാരെ എങ്ങനെ ഞങ്ങൾ വേറെയാണ് എന്നുള്ളൊരു മട്ടിൽ ഞങ്ങളൊരു ഉയർന്ന വർഗ്ഗം എന്നുള്ള മട്ടിലേക്ക് ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തേനെ കടന്നു പോകണമെങ്കിൽ നമ്മൾ കുറേ കൂടി മെഷീനറിയുടെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്ത ന്യൂജൻ ഫ്ലവർ മില്ലുകൾ കുറച്ച് കാണിച്ചു തരാം. പക്ഷെ ഇല്ലെന്ന് നോക്കുക. ഇപ്പോൾ ബാംഗ്ലൂർ ചെയ്ത ഒരു മില്ലിൽ പൊടി വലിച്ചു കളയാൻ വരെ സംവിധാനമുണ്ട്. അതായത് ആ മില്ലിലെ മുഴുവൻ പൊടിയും വലിച്ച് സ്ക്രബ്ബറിൽ പോകും, ഒരു വെള്ളത്തിൽ പോയി അലിയിക്കും. മില്ലിൽ നിന്ന് പുറത്തേക്ക് പൊടി വരില്ല. ഇതും ഒരു ഫ്ലവർ മില്ലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ പൊടി പോലും വലിച്ചു കളയുന്നുണ്ട്. ആ അന്തരീക്ഷത്തിൽ പൊടി ഉണ്ടാവില്ല. പൊടിക്കുന്നിടത്തുള്ള ഒരു പൊടിയൊന്നും വേറെ ഒന്നും പോയി വീഴില്ല. ഇപ്പോൾ ഈ അടുത്ത് കോഴിക്കോട് കല്യാൺ സൂപ്പർ മാർക്കറ്റിലും ഫ്ലവർ മില്ല് തുടങ്ങിയിട്ടുണ്ട്. അത് ഈ മോഡൽ മെഷീനറികളാണ്. എന്താ കല്യാൺ ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ഫ്ലവർ മില്ല് വെച്ചിട്ടാണ് സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നൂതന പ്രോഡക്ട്സ് ഉണ്ടാക്കുകയും അതിന് നമുക്ക് CFTRI പോലെയുള്ള കമ്പനികളുടെ സർട്ടിഫിക്കേഷൻ മേടിക്കാനും ആ സർട്ടിഫിക്കേഷൻ നമ്മളുടെ അസോസിയേഷന് കോമൺ ആയിട്ട് ഉപയോഗിക്കാനും പറ്റിയാലാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുക. കാരണം എല്ലാ മില്ലുകാരും പോയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോയാൽ അതിനൊക്കെ കാശ് മുടക്കം വരും. അപ്പോൾ അസോസിയേഷൻ്റെ അണ്ടറിൽ ഒരു ബ്രാൻഡ് കൊണ്ടുവന്നിട്ട് ആ ബ്രാൻഡിൽ നമ്മൾ പ്രോഡക്ട്സ് വിൽക്കുകയാണെങ്കിൽ അസോസിയേഷൻ്റെ അണ്ടറിലത്തെ ബ്രാൻഡിന് ഒരു സർട്ടിഫിക്കേഷൻ എടുത്താൽ മതി. അപ്പോൾ എല്ലാ മില്ലുകൾക്കും അത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ എല്ലാ പഞ്ചായത്തുകളിലും ഏകദേശം ആവറേജ് 10 ഫ്ലവർ മില്ലുണ്ട്. ഈ 10 ഫ്ലവർ മില്ല് ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ആ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മതിയാവില്ല. അപ്പോൾ എല്ലാവരും സഹകരിച്ച് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കൊണ്ടുവരണമെങ്കിൽ എല്ലാ മില്ലിനും ആവശ്യത്തിന് വർക്കല്ല, ആവശ്യത്തിൽ കൂടുതൽ വർക്ക് കിട്ടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലും നമുക്ക് ഒരു നൂതന ചിന്താഗതിയും നൂതന
പരസ്യ രീതികളും നൂതനമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമൊക്കെ ഇനി കൊണ്ടുവരണമെന്നാണ് ഞാൻ കുറച്ചുകൂടെ കടന്ന് ചിന്തിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഈ ചിന്തകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനല്ലാണ്ട് എനിക്കിതിൽ കയറിയിട്ട് കാര്യമായിട്ടൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം അസോസിയേഷനായ ചട്ടക്കൂടിൽ നിന്നിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പറ്റിയ ഒരു യുവജന സംഗമം പോലെയാണ് എനിക്കിന്ന് ഈ ഫ്ലവർ മില്ല് അസോസിയേഷൻ തോന്നുന്നത്. പണ്ട് കാണുമ്പോൾ ഇതൊരു വയോജന സംഗമം പോലെ തോന്നിയിരുന്നെങ്കിൽ ഇന്നതൊരു യുവജന സംഘമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് എല്ലാവരോടും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പുതിയ തലമുറ ഇതിൽ വളരെ താല്പര്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ പുതിയ തലമുറ നോക്കാമെന്ന് പറയില്ല. ഞാനിപ്പോൾ രാവിലെ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ വൺ മിസ്റ്റർ SS ഫ്ലവർ മിൽ SS ഇൻഡസ്ട്രീസിൻ്റെ മിസ്റ്റർ സുരേഷ്, അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മില്ല് നിർത്താൻ പോയതാണ്. അപ്പം മകൻ പറഞ്ഞു ഞാൻ അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ടെങ്കിൽ അപ്പോൾ സുരേഷ് അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഏറ്റെടുത്ത് മില്ല് നടത്തിക്കോളാം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. മക്കളെ ആലോചിക്കുന്നത് ഇവൻ വിദേശത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ഒരു കമ്പനിയിൽ കയറി അല്ലെങ്കിൽ ചെറിയൊരു സർവീസ് സെൻറ്ററിൽ നിന്നിട്ട് കിട്ടുന്നതിനേക്കാളും സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ഒരു ആത്മാഭിമാനമൊക്കെ ഉള്ളൊരു വ്യവസായമായിട്ടാണ് അവർക്ക് തോന്നി തുടങ്ങി. അപ്പോൾ അതിന് വേണ്ട ചട്ടക്കൂട്ടും അതിന് വേണ്ട നൂതന രീതികളും കൊണ്ടുവരാൻ സൗകര്യമുണ്ടാക്കണമെന്ന് കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു പ്രാവശ്യം നമ്മുടെ റവന്യൂ മിനിസ്റ്റർ രാജൻ സാറ് നമ്മുടെ കമ്പനിയിൽ വരികയുണ്ടായി, ഞങ്ങളുടെ കമ്പനിയിലെ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ ഏകദേശം 40,000 ഫ്ലവർ മില്ലുണ്ടാവും. അതിലേക്ക് ഓരോ മില്ലിനും ഒരു 400 കസ്റ്റമേഴ്സ് ഉണ്ടാവും, പലപ്പോഴായിട്ട് വന്ന് മേടിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങുന്നവർ. ഇത്രയും വലിയൊരു സമൂഹത്തിന് വേണ്ടത്ര പ്രൊമോഷൻ ഗവൺമെൻറ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഫ്ലവർ മില്ലുകാരെ ഒന്ന് പ്രൊമോഷൻ ഗവൺമെൻറ് തലത്തിലും കൂടെ കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ റെസ്പോണ്ട് ചെയ്തത്. അത് തീർച്ചയായിട്ടും പരിഗണിക്കുമെന്നുള്ള നിലയ്ക്കും കൂടി പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അതിനൊക്കെ കൂടെ ഫ്ലവർ മില്ല് അസോസിയേഷൻ ഒന്നുകൂടെ ഇറങ്ങിത്തിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഞാൻ സമയത്തിൻ്റെ പ്രശ്നം ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് കൂടെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ നമ്മളുടെ ഇവിടെ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ കണ്ടമാന പ്രോഡക്ഷൻസ് വീടുകളിൽ ഉണ്ടാവുന്നത് വേസ്റ്റാക്കി കളയുന്നുണ്ട്. ഇന്നിപ്പോൾ ഒന്നും വേണ്ട, വെറുതെ ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് കോൺസെൻട്രേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ കമ്പനിക്കാരും ഈ കോൺസെൻട്രേറ്റ് അലുവയായിട്ടോ അല്ലെങ്കിൽ ചക്ക വരട്ടിയൊക്കെ ആയിട്ട് വാങ്ങുന്നുണ്ട്. ഇതിനൊക്കെ നമ്മുടെ ഉരുളി റോസ്റ്റ് പോലത്തെ ചെറിയ മെഷീനറികളെ വേണ്ടൂ. ഇതിന് വലിയൊരു എക്യുപ്മെൻ്റ് ഒന്നും വേണ്ട. അതായത് 8 മണിക്കൂർ മില്ല് പ്രവർത്തിപ്പിക്കാം എന്നുള്ള ഒരു രൂപത്തിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ നേരത്തെ കാണിച്ച ഹീറ്റ് പമ്പ് ഡ്രയറോ അല്ലെങ്കിൽ നോർമൽ ഓവനിലോ വെച്ച് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള സാറിന് എന്തോ പറയണമെന്ന് 2017 ഞാൻ ഒരു മില്ല് കൂടി തുടങ്ങി. അപ്പോൾ ഈ വറുക്കുന്ന മെഷീനിലെ പൈലറ്റിൻ്റെ 15 കിലോയുടെ 33,000 രൂപ 35,000 രൂപ അന്ന് മേടിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു 10% ഇളവുണ്ട് നമ്മുടെ അസോസിയേഷൻ്റെ പേരിൽ. അതും കുറച്ച് മേടിച്ചിട്ട് ഇപ്പോൾ 2025 ഇതുവരേക്കും ഒരു പണിയും ഇതുവരെയും ഒരു ബെൽറ്റ് മാറണോ ഒരു ബെയറിംഗ് മാറണോ ഒന്നും വന്നിട്ടില്ല എന്ന് 100% ഉറപ്പുള്ള മെഷീനാണ് പൈലറ്റ് എന്നും കൂടി ഞാൻ അറിയിച്ചുള്ളൂ. സാർ താങ്ക് യു വെരി മച്ച്. ഞങ്ങളെ പറ്റി സാറ് പറഞ്ഞു കേട്ടത് വളരെ സന്തോഷമുണ്ട്, നന്ദി. അപ്പോൾ ഞാൻ 2-3 കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. സമയം വൈകി പോകേണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുന്നത് പുതിയ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ LPG ഉപയോഗിച്ചിട്ടുള്ള റോസ്റ്റിംഗ് മെഷീനുകളാണ് നമ്മളിപ്പോൾ അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷനിൽ വരുമ്പോൾ നമുക്ക് ഈ LPGയുടെ കോസ്റ്റ് കൂടുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ ആ മെഷീനുകൾ നമ്മൾ അലുമിനിയമാണ് ഫുഡ് ഗ്രേഡ് ആണെങ്കിൽ കൂടെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ട് വാട്ടർ റോസ്റ്റർ എന്ന് പറഞ്ഞൊരു മെഷീൻ ഇപ്പോൾ താഴെ കൊണ്ട് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ അതിലുള്ള വെള്ളം നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും മാറ്റേണ്ടി വരില്ല. ഇനി വേണമെങ്കിൽ തന്നെ വർഷത്തിൽ വല്ല ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിക്കേണ്ടി വന്നാൽ ഒഴിക്കണം, അത്രയേ ഉള്ളൂ. ഇതിനുള്ള ഗുണം എന്താ വെച്ചാൽ ഈ ഹീറ്റർ വെക്കുന്നത് വെള്ളത്തിൻ്റെ ഉള്ളിലാണ്.
അപ്പോൾ ഈ ഓയിലിൽ വെച്ചിട്ടുള്ള ഇലക്ട്രിക് റോസ്റ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഓയിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കരി പിടിച്ച് കട്ടയായി വരും. അപ്പോൾ നമ്മൾ ഓയിൽ മാറ്റണം. അതുമല്ല മെഷീൻ്റെ ഉള്ളിൽ അത് കട്ട പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വാട്ടർ റോസ്റ്ററിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഈ വെള്ളം ചൂടായിട്ട് അതിൽ നിന്ന് ആവി ഉണ്ടായിട്ട് ഒരു പ്രഷർ ഡെവലപ്പാവും. പ്രഷർ കൂടുമ്പോഴാണ് നമുക്ക് ടെമ്പറേച്ചർ കൂടി കിട്ടുന്നത്. അപ്പോൾ 130 ഡിഗ്രി വരെയുള്ള ആവശ്യങ്ങൾക്ക് ഈ വാട്ടർ റോസ്റ്റർ വളരെ ഉപകാരപ്രദമാണ്. അതിൻ്റെ വേറെ ഗുണം പൊടി വറുത്ത് കഴിയുമ്പോൾ നമുക്ക് LPGയേക്കാളും ഒരു 1/3 പൈസയേ വരുള്ളൂ. കൂടാതെ പൊടിയുടെ കളറ് നല്ലതായിരിക്കും. പൊടി ഒരിക്കലും കരിഞ്ഞു പോയേ അല്ലെങ്കിൽ അതിൻ്റെ കളറ് പോയേ അങ്ങനത്തെ പ്രശ്നങ്ങളിൽ വരില്ല. അപ്പോൾ ഈ വാട്ടർ റോസ്റ്റർ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 2.5 വർഷം 3 വർഷമായിട്ട് വളരെ വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പ്രതിപാദിക്കാൻ കാരണം ഇതിൽ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഡ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ പൾപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഡ്രൈ ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ഈ കോൽപ്പുളിയൊക്കെ ഉണ്ടല്ലോ, കോൽപ്പുളിയൊക്കെ എടുത്തിട്ട് പുളിയുടെ കോൺസെൻട്രേറ്റ് ഉണ്ടാക്കാനൊക്കെ ഇതിൽ വളരെ നല്ലതാണ്. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു വിഭാഗം എക്യുപ്മെൻ്റ് ഉണ്ട്. അതൊരു CCR ടെക്നോളജി എന്നാണ് പറയുന്നത്, കോപ്പർ കൺട്രോൾഡ് റോസ്റ്റിംഗ്. അത് നമുക്ക് 150ൻ്റെ മുകളിൽ ചൂട് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ കുറച്ചേ വരുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് കോപ്പർ റോസ്റ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലും ഇലക്ട്രിക് ഓയിലാണ്. അതിൻ്റെ ഉള്ളിൽ ഹീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ വെള്ളത്തിന് പകരം കോപ്പർ വഴിക്കാണ് ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വാട്ടർ റോസ്റ്റിനേക്കാളും വലിയ ടെമ്പറേച്ചർ ആവശ്യമുള്ള റയർ ആവശ്യങ്ങളുണ്ട്. ചിലപ്പോൾ അവലോസ് പൊടി ഉണ്ടാക്കുമ്പോൾ ആ ഒരു റെഡ് കളർ വരണമെങ്കിൽ തേങ്ങ ഏകദേശം 150 ഡിഗ്രി ചൂടാവണം. പുട്ടുപടിക്ക് നമുക്ക് 90 ഡിഗ്രി മതി. അതല്ലെങ്കിൽ സാധാരണ വരുന്ന എല്ലാ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസും അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ്സ് ഉണ്ടാക്കാനൊക്കെ ഈ വാട്ടർ റോസ്റ്ററാണ് നമ്മുടെ ഒരു 80-85% ആവശ്യങ്ങൾക്കും വേണ്ടതുള്ളൂ. അപ്പോൾ ഈ വാട്ടർ റോസ്റ്റർ വളരെ എനർജി എഫിഷ്യൻ്റ് എക്യുപ്മെൻ്റാണ്. കംപ്ലൈൻറ്റിനുള്ള സാധ്യത ഇല്ലയെന്ന് തന്നെ പറയാം. വളരെ സേഫ്റ്റി ഫീച്ചേഴ്സും അതിലുണ്ട്. 3 തരം സേഫ്റ്റി കൊടുത്തിട്ടുണ്ട്. ഒന്ന്, പ്രഷർ കൂടിയാൽ റിലീസായി പോവും. 2, ടെമ്പറേച്ചർ കൂടിയാൽ കട്ട് ഓഫ് ആവും. 3, എന്തെങ്കിലും വേറെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിലും അത് ലൈൻ കട്ട് ഓഫ് ആവും. അപ്പോൾ എല്ലാ നിലയ്ക്കും സേഫായിട്ടുള്ളൊരു സംവിധാനമാണ്. നിങ്ങൾ ഇത് വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് നിങ്ങൾ കണ്ടൊരു എക്യുപ്മെൻ്റാണ് ഈ വെർട്ടി മെഷീൻ എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻറ്റ് താഴെ വെച്ചിട്ടുണ്ട്. ഇത് വെർട്ടി മെഷീൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ വളരെ മോഡേണായിട്ടൊരു മില്ല് തുടങ്ങുമ്പോൾ സാധാരണ പൾവറൈസറിൻ്റെ പോലെ നേരെ പൊടി കളക്ട് ചെയ്യുന്ന ഒരു പ്രശ്നം അതിൽ വരണില്ല. ഇതിൻ്റെ പൗഡർ കളക്റ്റായി വരുന്നത് ഒരു സൈക്ലോൺ ടാങ്ക് മുഖാന്തരമാണ്. വലിയ ഈസ്റ്റേണൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഹാമർ മില്ലുകളുടെ അതേ സാങ്കേതികവിദ്യ ഫ്ലവർ മില്ലുകൾക്ക് വേണ്ടി ചെറുതാക്കി ചെയ്തു എന്നുള്ള ഒരു ഗുണമാണ് അതിലുള്ളത്. ഈ മെഷീൻ്റെ ഉള്ള ഗുണം നമുക്ക് ബലൂൺ എപ്പോഴും അടഞ്ഞു പോയില്ല. പിന്നെ ബലൂൺ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഒരു ചെറിയൊരു ബലൂണേ ഇതിന് വരുന്നുള്ളൂ. ഇനി അവസാനമായിട്ട് ഞാനൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് തൽക്കാലം ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതാണ്. ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ മില്ലുകളിൽ പൊടിക്കുമ്പോൾ പൊതുവേ മില്ലിൻ്റെ അന്തരീക്ഷത്തിൽ മുഴുവൻ ഡസ്റ്റ് ഉണ്ടാവും. അതിപ്പോൾ പറയുമ്പോൾ നമുക്ക് അത്രയ്ക്കൊന്നും ആവശ്യമുണ്ടോ എന്ന് തോന്നുമെങ്കിലും പിന്നീടത് ആവശ്യമാണെന്ന് തോന്നാനൊരവസ്ഥയുണ്ട് ഇതിന്. കാരണം ഈ മില്ലിൻ്റെ ഉള്ളിൽ പറന്ന് നടക്കുന്ന ഡസ്റ്റ് മുഴുവൻ പിടിച്ച് ഒരു വെള്ളത്തിലേക്ക് കടത്തിവിടുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് വലിയ കമ്പനികളിലൊക്കെ ചെയ്യുക. അതിന് പറയുന്നതാണ് സ്ക്രബ്ബർ എന്ന് പറയും. ശീലണ്ട അതിൻ്റെ വീഡിയോ ബൈ ചാൻസ് നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല. എന്നാലും വാട്ടർ സ്ക്രബ്ബർ എന്ന് പറയും. അന്തരീക്ഷത്തിലെ ഇത് മുഴുവൻ നമുക്ക് ആവശ്യമുള്ള എല്ലാ പോയിന്റിലും PVC പൈപ്പിൻ്റെ കണക്ഷൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോവർ വഴിക്ക് വലിച്ചത് വെള്ളത്തേക്ക് കടത്തിവിട്ട് വെള്ളത്തിൽ അലിയിച്ച് വയ്ക്കും. ഈ ഒരു സാങ്കേതികവിദ്യയാണ് പൊതുവെ സ്ക്രബ്ബർ എന്ന് പറയുക. പിന്നെ ഇനി എൻ്റെ ഒരു അസോസിയേഷൻ്റെ നിലയ്ക്ക് ഉള്ള ചില സജഷൻ എന്താ വെച്ചാൽ നമ്മുടെ ഈ അസോസിയേഷൻ്റെ സംഗമങ്ങൾ നടക്കുമ്പോൾ തന്നെ വർഷത്തിൽ 1-2 പ്രാവശ്യം കുടുംബ സംഗമങ്ങളും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളും ഏരിയ തിരിച്ചുള്ള ടൂറുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ അസോസിയേഷനോട് ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു പ്രതിബദ്ധതയും ഒരു നമ്മളിപ്പോൾ സാധാരണ ഞങ്ങളിപ്പോൾ KSSI എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, കേരള സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ.
അതിലൊക്കെ വർഷത്തിൽ 1-2 പ്രാവശ്യം ഓണോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആഘോഷവേളകളിലൊക്കെ ഒരുമിച്ച് കൂടി ഒരു ഭക്ഷണം കഴിക്കലും, അത് എല്ലാം ഇങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ വിളിക്കലല്ല, അത് താലൂക്ക് ലെവലിലോ പഞ്ചായത്ത് ലെവലിലൊക്കെ വിളിച്ച് ഒരു കൂട്ടായ്മ നിർത്തുന്നൊരു സംവിധാനം പൊതുവെ ഞങ്ങളുടെ വ്യവസായികളുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ആവശ്യമില്ലാത്ത ചെറിയ പിണക്കവും വൈരാഗ്യമൊക്കെ മാറിക്കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അതിലുള്ളത്. രണ്ടാമത് പിന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ട്. എന്തൊക്കെ ആയിരുന്നു വെച്ചാൽ നമുക്ക് പലപ്പോഴും ലോൺ എടുത്ത് കമ്പനി നടത്താനൊരു പേടി. എന്താ വെച്ചാൽ എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് പറ്റിയാൽ എങ്ങനെ എൻ്റെ തലമുറയ്ക്ക് മക്കൾക്കതൊരു ഭാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു 1000 രൂപ പോലും കടം മേടിച്ചൊരു കച്ചവടം ചെയ്യില്ല. അങ്ങനെയുള്ള ആവശ്യങ്ങളിൽ ഇപ്പോൾ ചെയ്തു വരുന്ന വളരെ വിജയകരമായിട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഒരു ഇൻഷുറൻസ്. അതിൽ ഇൻഷുറൻസിൽ ആരെങ്കിലും എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ പൈസ അവർ കളക്ട് ചെയ്യുക. ആ കളക്ട് ചെയ്യുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും ഇൻഷുറൻസിൽ പേര് ചേർത്തവർ. ആ എമൗണ്ട് ആ വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ മിക്കപ്പോഴും അത് ഒരു 5 ലക്ഷം 10 ലക്ഷം എന്നൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വീട്ടുകാർക്ക് അതൊരു വലിയ ആശ്വാസമാണ്. എന്തെങ്കിലും ചെറിയൊരു ലോൺ എടുത്ത നേരത്താണെന്ന് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കണം, അല്ലെങ്കിലും അവിചാരിതമായിട്ട് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അതിലേക്കും ഈ ഇൻഷുറൻസ് തുക കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ മാത്രമാണ് ആ ഫണ്ട് ഈ KSSI എന്ന് പറഞ്ഞിട്ട് കേരള സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ എന്ന വലിയൊരു അസോസിയേഷൻ ഉണ്ട്, അതിലൊക്കെ ചെയ്യുന്ന പ്രായോഗികമായ രീതികൾ. അപ്പോൾ അത്തരം കുറേയും കൂടി ഒരു അഡ്വാൻസ്ഡ് സ്റ്റാൻഡേർഡ്സിലേക്ക് വരാനുള്ള ഒരു സ്ട്രെങ്ത്തും മനോഭാവമൊക്കെ നമ്മുടെ അസോസിയേഷൻ ഇപ്പോൾ ഉണ്ട്. അതിന് പറ്റിയൊരു പ്രസിഡൻറ്റും അതിന് പറ്റിയ ഭാരവാഹികളൊക്കെ ഉള്ള ഒരു സമയമാണ്. ഈ സമയത്ത് കൊണ്ടുവരുന്ന കാര്യങ്ങൾ വിജയിക്കുമെന്നാണ് എനിക്കും തോന്നുന്നത്. ഞാൻ എല്ലാവരോടും എൻ്റെ ഈ കെസ്ഫോമയ്ക്ക് വേണ്ട എല്ലാ ആശംസകളും നേരുകയാണ്. പൈലറ്റ് സ്മിത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന മാക്സിമം R&D ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ട സൗകര്യങ്ങളൊക്കെ ഏറ്റവും ലളിതമായ രൂപത്തിലും വളരെ ചെറിയ ചിലവിലും ചെയ്തു തരാൻ ഞങ്ങൾ എന്നും സന്നദ്ധരാണ്. അപ്പോൾ ഈ ഒരു അവസരം തന്ന ഫ്ലവർ മിൽ അസോസിയേഷനും എല്ലാ മെമ്പേഴ്സിനോടും ഹാർദമായി നന്ദി പറയുന്നു. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ സീവുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ചാർട്ട് പോകുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ തരുന്നതാണ്. ഇത് എന്തിനാണ് ഇത് തരുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ കസ്റ്റമേഴ്സ് പലരും അരിപ്പ പുട്ടിൻ്റെ വേണം അല്ലെങ്കിൽ മസാല വേണം എന്നൊക്കെ പറയും. അപ്പോൾ ഈ ചെറുകിട ഫ്ലവർ മില്ലുകാർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് ചെയ്യാൻ ഞങ്ങൾ എന്നും തയ്യാറാണ്. പിന്നെ അസോസിയേഷൻ്റെ സെക്രട്ടറി സാർ എന്നോട് പറഞ്ഞു, അൻസർ സാർ എന്നോട് പറഞ്ഞത്, അസോസിയേഷൻ്റെ ഒരു കത്ത് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുക്കണം. അതും ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി സമ്മതിക്കുകയാണ്. ഞാൻ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് തന്നെ എനിക്കൊരു പ്രിവിലേജായിട്ട് ഞങ്ങൾ എടുക്കുകയാണ്. പിന്നെ ചെറിയ മില്ലുകാർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അതിന് പറ്റിയ ചെറിയ മെഷീനറികളുണ്ട്. ഈ 2 HP 3 HP വർക്ക് ചെയ്യുന്ന യന്ത്രങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്, സ്മാർട്ട് മില്ല് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ചാർട്ടിൻ്റെ ഉദ്ദേശമാണ് ഞാനിപ്പോൾ പറയാൻ ഒന്നുകൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ചാർട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അരിപ്പകൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ മുളക് മല്ലിയൊക്കെ പൊടിക്കുമ്പോൾ അടഞ്ഞു പോകുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നോക്കിയതിന് ശേഷം കൃത്യം നമ്പർ പറഞ്ഞാൽ അയക്കുമ്പോൾ തെറ്റ് വരില്ല. പലപ്പോഴും ഇത് അയക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നം പറയുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും തമ്മിലുള്ള അന്തരമാണ്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള നമ്പർ വെച്ചിട്ട് ഇതെല്ലാവരും മില്ലിൽ കൊണ്ടുപോയിട്ട് ഞാട്ടിയിട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആണിയിലിട്ട് വെച്ചുകഴിഞ്ഞാൽ ഇത് നോക്കിയിട്ട് വിളിച്ച് പറഞ്ഞാൽ അരിപ്പ അയക്കാനൊരു പ്രത്യേക ഡിവിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നം തീരും. അപ്പോൾ ഇത്രയും നേരം ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഈ അസോസിയേഷൻ ഇനിയും നാൾക്ക് നാൾ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നന്ദി നിർത്തുന്നു. താങ്ക് യു.